യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവന്റെ ഏക തിരുശേഷിപ്പായ ദിവ്യദന്തങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ ഗുരുദേവഗിരിയിൽ ഗുരുദേവന്റെ 171 പിറന്നാൾ ആഘോഷം, ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവർണ്ണനിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവരവരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയേഴും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേൻ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സപ്തനേയിരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുമേലെത്തടേ. ഇത്തവണത്തെ ജയന്തി ആഘോഷങ്ങളിലെ മുഖ്യ അതിഥി സിനിമാ സീരിയൽ ആക്ട്രസും ഗുരുദേവന്റെ ജീവചരിത്ര രചയിതാവുമായ ശ്രീ കോട്ടുകോയിക്കൽ വേലായുധന്റെ കൊച്ചുമകളുമായ ശ്രീമതി മാല പാർവതിയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന കുടുംബത്തിലെ ഒരംഗം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ അതിഥിയായി വന്നതുപോലെ ആയിരുന്നു മാല പാർവതി മാഡത്തിന്റെ പെരുമാറ്റമൊക്കെ. ഗുരുദേവഗിരിയിലെ ചടങ്ങുകൾക്കൊക്കെ ജാതിമത ഭേദമന്യേ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ എല്ലാവരും പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഇത്തവണ ഗസ്റ്റായിട്ട് വന്ന ഫാദറിനെയൊക്കെ ആദരിക്കുന്ന ചടങ്ങുകളാണ് ഇതൊക്കെ. എനിക്ക് എൻ്റെ വല്യച്ഛൻ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മൂമ്മ ആരാണെന്ന് എനിക്കറിയില്ല. ഭാനുമതിയമ്മ മിസ്സസ് ഭാനുമതിയമ്മയാണ്, കുമാരദാസാൻ്റെ ഭാര്യയാണ്, പുലിയാണ്, സിംഹമാണെന്നൊന്നും എനിക്കറിയില്ല. കൈ പിടിച്ച് നഴ്സറി ക്ലാസ്സിൽ കൊണ്ടുപോയി എൻ്റെ അടുത്തിരുത്തിയിരുന്ന് ഞാൻ അമ്മൂമ്മയെ എല്ലാവരും കണ്ടാൽ അത്രയും ഭയത്തോടെയും ആദരവോടെയും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് വലിയ പ്രഗത്ഭന്മാരെയൊക്കെ സൗഹൃദത്തോടെ പേര് പറഞ്ഞ് വിളിച്ചിരുന്ന ഒരു കെങ്കേമ്മയായിട്ടുള്ള ഒരു അമ്മൂമ്മയാണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അമ്മുമ്മ അല്ലെങ്കിൽ അത് വല്യച്ഛൻ എന്ന് ഞാൻ വിളിക്കുന്ന ശ്രീ കോട്ടുകോയിക്കൽ വേലായുധൻ്റെ മഹത്വവും ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ് തുടങ്ങുന്നത്. 1986 എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ആ ഒരു എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഏപ്രിൽ 1-ാം തീയതിയാണ് വല്യച്ഛൻ മരിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ വല്യച്ഛൻ അവസാനം വരെയും നല്ല ഓർമ്മയുണ്ടായിരുന്നു. ആ ഓർമ്മയുള്ള നാളുകളിൽ മുഴുവൻ ഞാൻ കേട്ടിട്ടുള്ളത് ഗുരുവിനെ കുറിച്ച് മാത്രമാണ്.
ഗുരുവിനെ കുറിച്ച് അറിഞ്ഞും ഗുരുവിൻ്റെ കഥകൾ പറഞ്ഞു തന്നുമാണ് മുഴുവൻ കാലവും ഞങ്ങളെ വളർത്തിയിട്ടുണ്ട് എന്നതാണ് ഇന്ന് ഞാൻ എവിടെയെങ്കിലും നിൽക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ കാരണം. ഇന്ന് സ്വാഗത പ്രാസംഗികൻ പറയുകയുണ്ടായി, അദ്ദേഹം വലിയച്ഛൻ്റെ പുസ്തകം ജീവചരിത്രം വായിച്ചിട്ടുണ്ട് എന്ന്. ഈ കഥകളൊക്കെ തന്നെ പലതും ഞങ്ങൾ നേരിട്ട് വലിയച്ഛൻ്റെ തന്നെ മുഖത്ത് നിന്ന് കേട്ടിട്ടുള്ള കഥകളാണ്. അറിവ്, സ്വാമി അറിവായിരുന്നു. അറിവായി മാറിയ, അറിവിൽ ഉയർന്ന, അറിവിൽ അമർന്ന് അറിവായി മാറിയ പ്രകാശമാണ് സ്വാമി അല്ലെ. കാണുന്നതെല്ലാം സ്ഥൂലം സൂക്ഷ്മം കാരണം അതിനകത്ത് പറയുന്നത് എന്താണ്? അറിവാണ് അല്ലെ. നമ്മുടെ നാം ശരീരമല്ല, അറിവാണ്. നാം ശരീരമല്ല, നാം അറിവാണ്. ആ ശരീരമല്ല, അറിവാണ് എന്നുള്ള ബോധ്യം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? നാം ശരീരമല്ല, നാം അറിവാണ് എന്നുള്ള ആ പ്രയത്നം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരു പറഞ്ഞു. അത് തീപ്പൊരി പോലെ കേരളം മൊത്തം വ്യാപിച്ചു. എല്ലാ വർഷത്തെയും പോലെ തന്നെ എല്ലാ പരിപാടികളും അതിമനോഹരമായിരുന്നു. പ്രത്യേകിച്ച് യുവ ടീം, തിരുവാതിരകളി, ഇതൊക്കെ എടുത്ത് പറയേണ്ടതായിരുന്നു. ഗുരുദേവ കൃതികളുടെ ആയിരുന്നു തിരുവാതിരകളിയെങ്കിലും പക്ഷെ പാട്ടുകളൊന്നും നമുക്ക് ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രോഗ്രാമുകളുടെ ഒക്കെ ഷോർട്ട് വീഡിയോ മ്യൂസിക്കോടുകൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ പരമഗുരവേ നമഃ. രക്തബന്ധങ്ങളെ മറന്നുപോകുന്ന ഈ കാലത്ത് വാർദ്ധക്യത്തിൽ അമ്മമാർ തെരുവിലേക്കും അനാഥാലയത്തിലേക്കും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഓരോ അമ്മമാരും സ്വന്തം മക്കളെ നിർബന്ധമായി കേൾപ്പിക്കേണ്ട വരികൾ. കവിത ആലാപനം സിദ്ധാർത്ഥ് സുനിൽ, ദീപക് ലാൽ, ദേവിക ലാൽ, വൈഷ്ണവി, വൈഗ, അനുരാഗ്. എല്ലാവരും വീടുകളിലൊക്കെ ഭംഗിയായിട്ട് തന്നെ ഓണം ആഘോഷിച്ചെങ്കിലും നമ്മുടെ ഓണം എന്ന് പറയുന്നത്, ഓണാഘോഷം എന്ന് പറയുന്നത് പൊന്നിൻ ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം. അതാണല്ലോ നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. നമ്മുടെ ഗുരുദേവഗിരി യുവ ടീമിന്റെ അത്തപ്പൂക്കളം മേക്കിംഗ് ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. മുതിർന്നവരെക്കാളും സന്തോഷം, ആഹ്ലാദം, അതൊക്കെ എല്ലാം കുട്ടികൾക്കായിരുന്നെന്നുള്ളത്.
അവരാണ് ഏറ്റവും അധികം ആഘോഷിച്ചത് ചതയ ദിനം. ഏതൊരു ഓണാഘോഷത്തിനും ഏറ്റവും മാറ്റുകൂട്ടുന്ന കലാരൂപങ്ങളിൽ ഒന്നാണല്ലോ നമ്മുടെ തിരുവാതിരകളി. അതുപോലെ തന്നെ എല്ലാ വർഷത്തെയും പോലെ ഇപ്പം ഈ വർഷവും അവതരിപ്പിച്ച നമ്മുടെ 2 തിരുവാതിരകളികളും ഏറ്റവും നല്ല മനോഹരമായ ആവിഷ്കാരം തന്നെയായിരുന്നു. നമ്മുടെ ഗുരുദേവഗിരി യുവ ടീമിന്റെ ഈ ഒരു അടിപൊളി പെർഫോമൻസിന്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും കുറച്ച് സോങ്ങിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മൾ നേരിട്ട് കലാപരിപാടികൾ കണ്ടവർക്കറിയാം ഇതല്ലായിരുന്നു ഈ പ്രോഗ്രാമിന്റെ ഒന്നും പാട്ടുകളെന്ന്. യുവ ടീമിന്റെ ഒക്കെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ എത്രമാത്രം എനർജറ്റിക് ആയിരിക്കുമെന്ന്. അതുപോലെ അവിടെ അന്ന് ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരുപോലെ തന്നെ ആസ്വദിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു യുവ ടീമിന്റെ പെർഫോമൻസ്. നക്ഷത്രമേ വരൂ വരൂ സർവലോക ഹൃദയത്തിലെ മണിത്തിടമ്പേ ഗുരുദേവ ജന്മത്തിനാൽ സുഹൃതിയാകും നിന്നെ വരവേൽക്കാമീവർ പാല പുരി
Harboy! Hero! 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 Harboy! Hero! 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 ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും ചതയദിനത്തിന്റെ തലേ ദിവസം ഗുരുദേവഗിരി എത്ര മനോഹരമാക്കി അലങ്കരിക്കാനും അത്തപ്പൂക്കളം ഇടാനും ഒക്കെ ആയിട്ട് രാത്രി ഏറെ വൈകോളം നിന്ന നമ്മുടെ ലേഡീസ് വിങ്ങും യുവ ടീമിൻ്റെയും ഒക്കെ ഹാർഡ് വർക്ക് ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിശേഷ ദിവസങ്ങളും ഇങ്ങനെ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും ഒക്കെ ഗുരുദേവഗിരിയിൽ കുട്ടികൾക്ക് അവരുടെ സൗഹൃദങ്ങളൊക്കെ വീണ്ടും വീണ്ടും
പുതുക്കാനും പിന്നെ മറ്റംഗങ്ങൾക്കൊക്കെ അവരുടെ എല്ലാ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള നല്ല കൂടിച്ചേരലുകൾ കൂടാണ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കൂടിച്ചേരലുകൾ ഗുരുദേവഗിരിയിൽ ഉണ്ടാവാറുണ്ട്. പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻമഹസ ആഴിയൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാവണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടി. പിന്നെ ഇടയ്ക്കൊക്കെ വീണ് എത്രമാത്രം ഫോട്ടോസ് ഒക്കെ എടുക്കോ അത്രയും ഫോട്ടോഷൂട്ടുകളും ഒക്കെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. സായുജ്യം നൽകുമാരനും. പിന്നെ നല്ല ഗംഭീരമായ പിറന്നാൾ സദ്യ, ഗുരുദേവന്റെ പിറന്നാൾ സദ്യ, ഓണസദ്യ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഗംഭീര സദ്യ ഉണ്ടായിരുന്നു.